ഹായ്, ഞാൻ വിനോദ് മുത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 മണിക്ക് ചായയുടെ കൂടി ഒരു പലഹാരം. അത് പലർക്കും നിർബന്ധമുള്ള കാര്യമല്ലേ. അതുപോലെ നമുക്ക് കുട്ടികൾക്കും കൊറോണ കാലമാണ്, വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വിശക്കും, അവർക്ക് കളിക്കും, അവർക്ക് വിശക്കും. അപ്പോൾ അവർക്ക് ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം പെട്ടെന്ന്. അപ്പോൾ അതിന് ഞാനൊരു പലഹാരമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ബനാന ടോക്ക്. എന്താണ് ബനാന ടോക്ക് എന്ന് നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ചുമന്ന അക്ഷരത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്നമർത്തിയേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണുണ്ട്, അവത്തേൽ ഒന്ന് ഞെക്കിയേക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് അത്യാവശ്യമാണ്, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തണം. നിങ്ങളുടെ സഹകരണങ്ങളൊക്കെ എല്ലാം നന്ദിയുണ്ട്. വീണ്ടും നിങ്ങൾ സഹകരിക്കുമല്ലോ. അപ്പോൾ തുടർന്നും നമ്മൾ അടുത്ത പാചകത്തിലേക്കുള്ള ചുവടുപ്പിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ബനാന ടോക്കിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: നല്ല എടുത്ത പഴം ഉണ്ടോ, അത് ആ സൂപ്പർ പഴമാണ് ഉണ്ടോ, നല്ല വണ്ണം ഒത്ത നല്ല ഏത്തപ്പഴം. അതുപോലെ മൈദ, അത് ഒരു 500 ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ, കോക്കനട്ട് പാല്, അത് ഒരു തേങ്ങയുടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ 1-ാം പാലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഒരു എഗ്ഗ്, കോഴിമുട്ട, എള്ള്, അതൊരു ഇച്ചിരി മതി, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പസോഡ, അതൊരു ആവശ്യത്തിന് ഒരു കുഞ്ഞൊരു സ്പൂണിന് നമുക്ക് മാവിനകത്ത് ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാധനങ്ങൾ. ഇനി നമുക്ക് പണിപ്പുരയിലേക്ക് പോകാം. ബനാന ടോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മാവ്, ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ മാവ് വേണ്ടിയവർക്ക് കൂടുതൽ മൈദമാവ് എടുക്കാം. ഈ മൈദമാവിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക്, ഞാൻ എടുത്തിട്ടില്ല കടലമാവ്, സ്വല്പം കടലമാവ് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പൊന്തി കിട്ടും. ഞാൻ കുട്ടികൾക്ക് കൂടി കൊടുക്കേണ്ടതുകൊണ്ട് ഈ കടലമാവ് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഈ മാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കോഴിമുട്ട, നാടൻ കോഴിമുട്ടകൾക്ക് നാടൻ കോഴിമുട്ട ചേർക്കാം. നമ്മൾ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ, അത് സ്വല്പം ചേർക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നല്ലോണം മിക്സ് നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കണം. അതിൽ നമ്മൾ ഒരു സ്പൂണ് അപ്പസോഡ അതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പസോഡ ഇട്ട് കൊടുക്കണം. നല്ലോണം കുഴമ്പ് പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് മാവ് എടുക്കണം. അതിനകത്തേക്ക് നമ്മൾ ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. മധുരം വേണ്ടിയവർക്ക്, നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ, നല്ല ഷുഗറുകാർക്ക് മധുരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഒരു സ്വല്പം, ഞാൻ കുട്ടികൾക്ക് വേണ്ടി കഴിയുമ്പോൾ ഒരു ഇച്ചിരി മധുരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച എള്ള്, അത് ആവശ്യം, ഞാനൊരു ഇച്ചിരി എടുക്കുന്നുണ്ട്. എള്ളില്ലാത്തവർക്ക് ജീരകം ഇടാം. ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഈ പഞ്ചസാര എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഇതിനകത്ത് ലയിക്കണം.
നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പണിപ്പൊടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഏത്തക്ക നല്ല തുടമിട്ട് ഏത്തക്ക ഇതുപോലെ ഇതുണ്ടോ, ഇതുപോലെ നടുവേ കീറണം. അത് ഇങ്ങനെയും കീറിയെടുക്കാം, ചെറിയ പീസായിട്ട് നമ്മൾ കീറിയെടുക്കാം. ഓക്കെ, അടുപ്പത്ത് ഇത് ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഏത്തക്ക എടുത്തിട്ട് ഇതിനകത്ത് മുക്കി നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ബനാന ടോസ്റ്റ് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. നല്ല ഹോട്ടലുകാർ തോറ്റു പോകും. അതൊരു അടിപൊളി പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് രേഖപ്പെടുത്തണം. ആ കുഞ്ഞ് ബെൽ ബട്ടൺ നമുക്ക് നോക്കണം. ഓക്കെ, ഇത് സൂപ്പറാ.